ഞങ്ങൾക്ക് വന്ന ലോസ് എവിടെയും ആർക്കും കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഒരു രാവിലെ ഈ വാർത്ത കേട്ട് എഴുന്നേൽക്കുമ്പോൾ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ റിലീഫ്. അതിലിപ്പോൾ തിരിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത ഇതാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നതും ഇതിങ്ങനെ നടന്നതിൽ സന്തോഷമുണ്ട്. ഇനിയും ഇങ്ങനെ എനിക്ക് അഭിമാനമുണ്ട്. ഞാൻ നേരത്തെ ഇപ്പോൾ കുറെ പറഞ്ഞതുപോലെ തന്നെ പിന്നെയും റിപ്പീറ്റ് ചെയ്യാണ്. ഞങ്ങൾക്ക് വന്ന ലോസ് എവിടെയും ആർക്കും കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഒരു രാവിലെ ഈ വാർത്ത കേട്ട് എഴുന്നേൽക്കുമ്പോൾ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ റിലീഫ് ആൻഡ് എ വെരി കംഫർട്ടിംഗ് മൊമെന്റ്. നമ്മളായിട്ട് ഇപ്പോൾ നമുക്ക് തീവ്രവാദികളെ ഇപ്പോൾ തിരിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത ഇതാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നതും ഇതിങ്ങനെ നടന്നതിൽ സന്തോഷമുണ്ട്. ഇനിയും ഇങ്ങനത്തെ തീവ്രവാദങ്ങൾ ഇന്ത്യക്കും ഇന്ത്യയുടെ ഉള്ളിൽ നമ്മളെ പോലത്തെ ഇന്നസെന്റ് പീപ്പിളിനെതിരെ വരുന്നതിൽ ഇങ്ങനെ തന്നെ തിരിച്ചടിക്കണം എന്ന് ഞാൻ എന്റെ ഉറച്ച ശബ്ദത്തിൽ പറയുന്നു. പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു അറ്റാക്കാണ്. കുറെ കാര്യങ്ങൾ മുൻകരുതലെടുക്കുകയും കുറെ കാര്യങ്ങൾ തീരുമാനിച്ചൊക്കെ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിക് മൂവ്മെന്റ് ആണ് നടന്നിരിക്കുന്നത്. ഒരു പൗര എന്നതിനപ്പുറം എന്താണ് പറയാനുള്ളത്? എനിക്ക് പൗരയായിട്ട് തന്നെ പറയാനുള്ളൂ. എല്ലാ ഇന്ത്യക്കാരെ പോലെ ഞാനും ഈ മൊമെന്റിൽ ഇന്ത്യൻ ആയതിൽ വളരെയധികം അഭിമാനിക്കുന്നു. ഇത് കൂടുതൽ എനിക്കിനി ഒന്നും പറയാനോ ഇല്ല. ഇതില് ഇപ്പം ഈ സ്ഥലത്ത് പോയ ഒരാൾ കൂടിയാണ്. അപ്പം എന്താണ് ആ സ്ഥലത്തിന്റെ ഒരു ഇത് വെച്ച് മനസ്സിലാവുന്നത് എങ്ങനെയൊരു അറ്റാക്കിന്? അതിനെക്കുറിച്ച് പറയാനൊന്നും ഞാൻ ആളല്ല. എനിക്ക് അത്രയുള്ള ഇതൊന്നുമില്ല. ലൈക്ക് ആകെ എനിക്ക് പറയാനുള്ളത് നമ്മളെ പോലത്തെ ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ മണ്ണിൽ നിന്നപ്പോഴാണ് നമുക്ക് ഈ ഒരു അറ്റാക്ക് വന്നത്. അവിടെ നിന്ന് വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്ത്. അപ്പൊ അവിടെ പോയി കറക്റ്റ് ഈ ടെററിസ്റ്റ് ക്യാമ്പുകൾ പാകിസ്ഥാനിലെ കണ്ടുപിടിച്ച് ഈ 9 എണ്ണത്തിനെയും ഇല്ലാതാക്കിയതിൽ അതാണ് ഒരു കറേജിയസ് ഇതായിട്ട് കാണുന്നത്. മറ്റേത് ഭയങ്കര കവേർഡിഷ് ഓഫ് ദം എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഇന്നസെന്റ് ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യാനാണ്? ഒരു AK-47 കൊണ്ട് നമ്മുടെ മുമ്പിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാനാണ്? അതൊരു വെരി കവേർഡ് ഓഫ് ദം. അപ്പൊ ഇതാണ് ഇന്ത്യ, ഇതാണ് ഞാൻ. അപ്പൊ നിലവിൽ യുദ്ധമൊക്കെ നടന്നിരിക്കുന്ന സാഹചര്യമാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിനകത്ത് അങ്ങനെ വീഡിയോ ഒന്നും ഞാൻ ആ ഒരു വിഷയമൊക്കെ ഇങ്ങനെ കണ്ടിട്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് വീഡിയോ ചെയ്യാനായിട്ടുള്ള മൂഡും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നാളായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാൻ കുറച്ച് ദിവസമായിട്ട്. അപ്പോഴത്തേക്ക് ഇപ്പൊ ഈ ഒരു വിഷയം ചെയ്യാനായിട്ട് മെയിൻ ആയിട്ടുണ്ടായ ഒരു റീസൺ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ നമ്മുടെ റിയാസ് സലീം അതേപോലെ വേറെയും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പൊ ഇവരൊക്കെ ഞാൻ പറയുന്നത് കേട്ട്, അതായത് ഞാനൊരു ഇപ്പൊ ഈ നമ്മുടെ രാജ്യത്തിൽ ഞാൻ അത്രയ്ക്ക് മോശമായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ ഞാനൊരു ഇന്ത്യൻ ആയിട്ട് ഇരിക്കാനായിട്ട് അപമാനിക്കുന്നു എന്നൊക്കെ ഉള്ള രീതിക്കുള്ള പല രീതിക്ക് സ്റ്റോറികളും കാര്യങ്ങളൊക്കെ പലരും ഇടുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഈ റിയാസ് സലീം ആണെങ്കിലും ഇപ്പൊ വേറെ പല വിഷയങ്ങളും ഇപ്പൊ നമ്മുടെ ഇസ്രായേലും പാലസ്തീനായിട്ടുള്ള ആ വിഷയത്തിനെയൊക്കെ ഇതുമായിട്ടൊക്കെ കൂട്ടിക്കുഴയ്ക്കുന്നതൊക്കെ കണ്ടായിരുന്നു. എന്തിനാണ് ഈ അനാവശ്യ കാര്യങ്ങളൊക്കെ ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഇപ്പൊ ഈ ഒരു പർട്ടിക്കുലർ വിഷയം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ ആ ഒരു പ്രശ്നമാണ് നടന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രശ്നത്തിനകത്ത് നോക്കുമ്പോഴേക്ക് ഇതൊന്നും ഇന്നും ഇന്നലെയും തുടങ്ങിയൊരു വിഷയമൊന്നുമല്ല. ഇതെന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടിട്ടിരിക്കുന്നതാണ്. എന്തുകൊണ്ട് ഇന്ത്യ അങ്ങോട്ടൊന്നും ചെയ്യാത്ത പക്ഷവും അവരിങ്ങോട്ട് നമ്മളെ അത്രയധികം നമ്മളെ ഇങ്ങോട്ട് ഇട്ട് ചൊറിഞ്ഞിട്ടിരിക്കുന്നത്. അപ്പൊ ചൊറിഞ്ഞ് ലാസ്റ്റ് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് നല്ലൊരു എണ്ണം ഇപ്പൊ അങ്ങ് കിട്ടി. അപ്പൊ കിട്ടിയതിനകത്ത് എനിക്ക് യാതൊരു തെറ്റ് ഇന്ത്യനെ പറയാൻ പറ്റില്ല. ഈ ഒരു വിഷയത്തിനകത്ത് ഞാൻ ഫുൾ സപ്പോർട്ടാണ്. ഇപ്പൊ ഈ ഒരു സിന്ദൂർ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഞാൻ ഫുൾ സപ്പോർട്ടാണ്. കാര്യം എന്താണ്, നമ്മുടെ രാജ്യത്തിന് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അതിപ്പോ ഈ ഒരു വിഷയത്തിനകത്ത് എനിക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഭാഗത്ത് കാര്യം നമ്മളെ ഇങ്ങോട്ട് അവർ അറ്റാക്ക് ചെയ്യാൻ വന്നിട്ടാണ്, അല്ലാണ്ട് നമ്മൾ അങ്ങോട്ടല്ല ഇവരെ വെറുതെ കയറി അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ പോകണം, അങ്ങനെയൊന്നുമല്ല. ഇങ്ങോട്ട് അത്രയ്ക്കും നമുക്ക് സഹി കെട്ടപ്പോഴാണ് നമ്മൾ അങ്ങോട്ട് ഓരോന്ന് കയറി ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അതിപ്പോ നമ്മൾ ഇങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവരോട് അയ്യോ നമ്മൾ അഹിംസ ഇങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തെ കാരണവും കാണിച്ചു കൊടുക്കുന്നൊക്കെ പറയണ ആ കാലമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ അങ്ങനെ നോക്കി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അവര് പിന്നെയും ഇങ്ങോട്ട് കയറി വരും. അപ്പൊ അതിനുള്ള അവസരം കൊടുക്കാണ്ട് ആദ്യമേ തന്നെ നമ്മളൊരു പണി അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു വിഷയം അവിടെ കഴിഞ്ഞ. അല്ലാണ്ട് പിന്നെ ഇനിയിപ്പോ യുദ്ധം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ എപ്പോഴും യുദ്ധത്തിനെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. യുദ്ധം എന്ന് പറഞ്ഞ കാര്യം യുദ്ധം എന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലാവർക്കും നഷ്ടം മാത്രം ഉണ്ടാകുള്ളൂ. യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ എന്തിനു വേണ്ടിയിട്ടാണ് യുദ്ധം? ഒരിക്കലും ഒരു സമാധാനത്തിനുള്ള സംഭവമല്ല യുദ്ധം എന്ന് പറഞ്ഞാൽ. പക്ഷെ യുദ്ധം ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം വലിഞ്ഞു നിൽക്കും. നമുക്ക് തന്നെയാണ് അത് ഉപദ്രവമായിട്ട് ഒരു സംഭവം നമുക്ക് ഉപദ്രവമായിട്ട് വരാത്തടത്തോളം അല്ല നമ്മൾ അതിനെ പ്രശ്നം കരിക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മളെ എപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്തേക്ക് അതൊരു ഉപദ്രവമായിട്ട് വരുന്നോ അപ്പം നമ്മൾ അതിനെ എതിർക്കണം. അതേപോലെ
അതുപോലെ അതിനെ നമ്മൾ ഇല്ലാണ്ടാക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിനകത്ത് ഞാൻ ഇന്ത്യയുടെ ഭാഗത്ത് തന്നെ നിൽക്കുള്ളൂ. അതിപ്പോൾ ആരൊക്കെ എന്തൊക്കെ ഈ ഒരു വിഷയത്തിനകത്ത് വേറെ പറഞ്ഞാലും ഞാൻ ഇന്ത്യയുടെ ഭാഗത്ത് തന്നെ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്? ഈ വീഡിയോയുടെ കമന്റ് ആയിട്ട്. അപ്പോൾ പിന്നെ ഈ റിയാസ് സലീമൊക്കെ എന്താണ് ഇതിൻ്റെ ഇടയിൽ കിടന്ന് പറയാൻ തുടങ്ങിയതെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. ഈ അവർ ചെയ്യുമ്പോൾ പ്രശ്നമില്ല, ഇവർ ചെയ്യുമ്പോൾ എന്തോ ഭയങ്കര പ്രശ്നം. ഇന്ത്യ എന്ന് പറഞ്ഞാൽ അങ്ങനെ അവരെ അറ്റാക്ക് ചെയ്യാവോ, അവിടെ കുട്ടികളുണ്ട്, ഈ മറ്റേ വലിയവരുണ്ട്, അതായത് നിരപരാധികളുണ്ട് എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ അവരൊന്നുമില്ല. ഇവിടെ ഈ പറഞ്ഞ കുട്ടികളും ഇവിടെ ഈ നിരപരാധികളും ഒന്നുമില്ല. ഇപ്പൊ ഇന്ത്യ മാക്സിമം അവരെ അറ്റാക്ക് ചെയ്യേണ്ട സ്ഥലത്ത് മാത്രമാണ് അറ്റാക്ക് ചെയ്തേക്കുന്നത്. അല്ലാണ്ട് ഈ നിരപരാധികളോ കുട്ടികളോ ഒക്കെ അതിനകത്ത് പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പൊ നമ്മളൊന്നും കൂടെ സൂക്ഷിച്ച് നോക്കേണ്ടിയിരിക്കുന്ന ആ ഒരു വിഷയത്തിനകത്ത്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും അവർ ഇങ്ങോട്ട് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് ചെയ്യുമ്പോൾ പ്രശ്നമാണ്. അതിനോട് എനിക്ക് തിരി യോജിപ്പില്ല ആ ഒരു വിഷയത്തിനകത്തൊന്നും. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? എല്ലാം വീഡിയോയുടെ കമന്റ് ഒരു ഇഷ്ടപ്പെട്ടല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ